സോ ഗൈസ്, അപ്പോൾ പിന്നെ നമ്മളൊരു പുതിയൊരു വീഡിയോ തിരിച്ചെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഇൻ്റർഫേസ് കണ്ടാൽ അറിയാം എന്താണ് എടുത്തേക്കണം. ഓക്കെ, മൈൻക്രാഫ്റ്റാണ് പുതിയൊരു വീഡിയോ വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് സർവൈവലാണ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നത്. പഴയതുണ്ടായി, ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ ഇട്ടിട്ടുണ്ടായുള്ളൂ പഴയത്. പക്ഷേ രണ്ടാമത്തെ എപ്പിസോഡ് എടുത്തു വെച്ചാണ് പക്ഷേ പുതിയ ഫോൺ വാങ്ങിച്ചപ്പോൾ അത് പഴയ ഫോണിലായിപ്പോയി. പിന്നെ വേൾഡ് ഒന്നിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, അത് ചെറിയ പ്രോബ്ലമായി. അപ്പോൾ പുതിയൊരു വേൾഡ് ഉറപ്പായിട്ടും ഗൈസ് ഇതിൻ്റെ എപ്പിസോഡ് ഉടനെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണാണ്ട് ഈ ഒരു സീരീസ് മാക്സിമം കാണാൻ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോർണൈസ് ആയി കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഈ സീഡ് വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. വെറുതെ റാൻഡമായിട്ട് അടിച്ചിറക്കുകയാണ്, വെറുതെ അടിച്ചിറങ്ങുകയാണ് ഗൈസ് റാൻഡമായിട്ട്. ഓക്കെ, നമുക്കപ്പോൾ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. അയ്യോ, പേരിട്ടില്ല ഗൈസ്. അപ്പോൾ വേൾഡിൻ്റെ പേര് എന്തിടും? ന്യൂ സർവൈവൽ വേൾഡ് എന്നിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് വേൾഡ് ലോഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ വേൾഡ് ബിൽഡിംഗ് ടെറൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് ടെറൈൻ മല പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേൾഡ്. എൻ്റെ വോയിസിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ക്ഷമിക്കണം. പിന്നെ ഗൈസ്, വേറെ എല്ലാം പറയാൻ മറന്നു, ഈ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ ഗൈസ്, വേൾഡിലൂടെ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ നല്ലൊരു പ്ലെയിൻ ബയോമാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് അപ്പളം സാമ്പല്ലല്ലോ, വേറെ ഏതോ ഗൈസ്. 2 ഷീപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. ഷീപ്പിനെ മെയിനാണ് അമ്മ, ഷീപ്പ് മെയിനാണ്. ഷീപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു ലാഗിൻ്റെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ഷമിക്കണം. ഓക്കെ, നമുക്ക് റെസിപ്പി ഉണ്ടോ ഗൈസ്? പുതിയ വേർഷനിൽ അറിയില്ലായിരുന്നു. ഓക്കെ, പിന്നെ ഗൈസ്, ഇത് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് നമ്മൾ ക്രോമിൽ നിന്ന് മോഡാവൊന്നും കയറ്റില്ല. ഒറിജിനൽ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇത് ഗൈസ്, അപ്പം ഇന്നൊരു പൊളി പൊളിക്കും നമ്മൾ. കാരണം എന്താ വെച്ചാൽ 3 ഷീപ്പ് ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഒരു ഷീപ്പിനെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ 3 നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഷീപ്പിന് നമുക്ക് ഇവിടെ തന്നെ വെച്ച് തട്ടാം ഷീപ്പിന്. ഓക്കെ, 3 ഷീപ്പ് റെഡി ആയിരുന്നു ചാവാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം, പിക്ക് ആക്സ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇതിനെ ഇങ്ങനെ ചാടി പക്ഷെ ഞാൻ സ്റ്റെപ്പ് ആണ് വെച്ചേക്കണം. ഓക്കെ, മറ്റേ ഷീപ്പ് ഇതാവരുണ്ട് എനിക്ക് ഗൈസ്. പിന്നെ അധികം കൺട്രോളൊന്നും കിട്ടില്ല, ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. ലാഗൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം ഗൈസ്. നിങ്ങൾക്കും ഒരെണ്ണം ഹാഷും 2 വൈറ്റ് ചെയ്യല്. പിന്നെ നീ എങ്ങനെ ഒരു ബെഡ് ഉണ്ടാക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതിനാണ് നമ്മൾ നീല കളർ കൂടിയിരിക്കുന്നത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ട്യൂട്ടോറിയലായിട്ട് ചെയ്യാൻ നോക്കാം, പറ്റുമെന്നറിയില്ല. ഞാൻ തന്നെ എനിക്ക് തന്നെ മൈൻക്രാഫ്റ്റ് കളിക്കാറില്ല ഗൈസ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് തന്നെ പഠിപ്പിച്ചാൽ നോക്കട്ടെ. 2 കൂട്ടുകാരുണ്ട്. നമുക്കിത് ബ്ലൂ ഡൈ ആക്കണം. നമുക്കൊരു ബ്ലൂ ബെഡ് ഉണ്ടാക്കണം. ബ്ലൂ ഡൈ ഉണ്ടാക്കി. ഓക്കെ, നമ്മൾ ബ്ലൂ ഡൈ ഉണ്ടാക്കി. ഒരു പൂവും കൂടെ വേണമായിരുന്നു ഗൈസ്. ഓക്കെ, ഒരു പൂവും കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ബെഡ് സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ് വരാത്ത നീല കളറുകൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കപ്പോൾ ഒരു ഫസ്റ്റ് തന്നെ നമുക്കൊരു നീല കളർ ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഫുഡ് മെയിനാണ്. അപ്പോൾ ഫുഡിന് വേണ്ടി ഇത് ഇവിടെ ഒരു കോഴിക്കുണ്ട്, കോഴിനെ അടിച്ചോളാം. കോഴി. ഓക്കെ, അതിപ്പോൾ നമുക്ക് കോബിൾ സ്റ്റോൺ ഇത്തിരി പറക്കണം. നമ്മുടെ ഒരു കേവ് ഉണ്ടല്ലേ, കേവിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. പക്ഷേ കേവല്ല, ഇവിടെ ഇറങ്ങണ നല്ലതല്ല തോന്നുന്നു. നമുക്ക് നമുക്കപ്പോൾ ഇത്തിരി അടിയിലേക്ക് കയറി നിന്നിട്ട് പൈസ അവിടെ ഒരു ബയോമോ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അടിയിൽ കേവണമെന്നൊരു പിടിയില്ല. അപ്പം ഇങ്ങനെ ചോദിച്ചു നോക്കാം.
ഗൈസ് നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ സ്ട്രൈറ്റിൽ നിങ്ങൾക്ക് കുഴിച്ച് പോകരുത്. അടിയിലുള്ള കേവ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കേവിലേക്കായിട്ട് നിങ്ങൾ പോകണത്. എനിക്ക് കഴിഞ്ഞ വേൾഡിൽ പറ്റിയ തെറ്റാണ് ഗൈസ് അത്. അയം കണ്ടുപിടിക്കാൻ വേണ്ടി പോയാണ്, ഡയറക്റ്റ് കുഴിച്ച് പോയപ്പോൾ നേരെ അടിയിലൊരു കേവ് ഉണ്ടാവില്ല, കടയിലേക്ക് പോയി ചത്തു. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഗൈസ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് മരം മുറിക്കുക. മരം വെച്ചിട്ട് നിങ്ങളൊരു പ്ലാങ്ക് ഉണ്ടാക്കുക. പ്ലാങ്കിലല്ലേ പ്ലാങ്ക് ഉണ്ടാക്കുക. ആ പ്ലാങ്ക് വെച്ചിട്ട് നിങ്ങൾ മെയിൻ ടൂൾസ് ഉണ്ടാക്കുക. അത് നിങ്ങൾക്കൊരു 30 20 എത്ര വേണമെങ്കിലും പബ്ലിഷ് നിങ്ങൾക്ക് ഇറക്കുക. അത് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് ഗെയിം അപ്ഡേറ്റ് ചെയ്യാനില്ല പറഞ്ഞാൽ പിക്കാക്സ് സ്റ്റോൺ എന്തിനൊക്കെ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ടൂള്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടത്ര സ്റ്റോൺ എടുക്കുക. ഓക്കെ, വേണ്ടത്ര സ്റ്റോൺ എടുത്തിട്ട് ഗൈസ് ഇപ്പോൾ കാട്ടാൻ പോണ പ്രോകൾക്ക് മാത്രമേ പറ്റുള്ളൂ. കണ്ടോ ഗൈസ്, പ്രോകൾക്ക് മാത്രമേ ഇപ്പോൾ കാട്ടാൻ പോണ പറ്റുള്ളൂ. കണ്ടോ? അയ്യോ സോറി ഗൈസ്, തെറ്റിപ്പോയതാണ്. സോറി, തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ഇവിടെ നിന്ന് കുറിച്ച് വരാം. ഓക്കെ സെറ്റ്. ഓക്കെ അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇപ്പം നമ്മളതിലുള്ള വുഡിൻ്റെ ടൂൾസ് അല്ലേ ഗൈസ്, പിന്നെ നമുക്കത് എക്സ്ചേഞ്ച് എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യണം. ടൂൾസ് നമുക്ക് സ്റ്റോൺ ടൂൾസ് ആക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് എനിക്ക് പറ്റിയ പൊട്ടത്തരം പറ്റരുത്. ഫസ്റ്റ് വുഡൊക്കെ മുറിച്ച് വെച്ചിട്ട് വേണം കോബിൾ സ്റ്റോൺ വറക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പം എനിക്ക് പറ്റിയ പോലെ തന്നെ സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്കപ്പോൾ നേരെ പോയിട്ട് മുറിച്ചെടുക്കാം, മരം മുറിച്ചെടുക്കാം. നമുക്ക് അവിടെ നിന്ന് മുറിച്ചെടുക്കാം. അവിടെ ആയിട്ട് ഒറ്റ മരം നിൽക്കുന്നുണ്ട്. ഗൈസ് നിങ്ങളിപ്പോൾ എന്നെപ്പോലെ സൈഡിൽ കൂടെ ഒന്നും പോകരുത് കേവിൻ്റെ. ഇപ്പോൾ പോയിനാ ഓക്കെ, ഞാനിപ്പോൾ ചെയ്യണ പോലെ സൈഡിൽ കൂടെ ഒന്നും പോകരുത് കേവിൻ്റെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ കേവിലേക്ക് വീഴും. നിങ്ങൾക്ക് പൊടി പോലും കിട്ടില്ല. അടിയിൽ നിങ്ങളെ കാത്തിക്കാൻ ആൾക്കാരുണ്ടാവും. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് വേണ്ട തിരുവുണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മുറിച്ചിട്ട് നമുക്കപ്പോൾ ഗൈസ് കണ്ടോട്ടോ, ഇപ്പോൾ നമ്മൾ വുഡ് മുറിച്ചിട്ടില്ലേ, ലോഗ് മുറിച്ചിട്ടില്ലേ, ആ ലോഗ് നമുക്ക് വുഡാക്കി എടുക്കണം. ഇതിൻ്റെ പേര് എന്താണ്? പ്ലാങ്ക്. അയ്യോ വുഡല്ല, പ്ലാങ്ക് ആക്കി എടുക്കണം. പ്ലാങ്ക് ആക്കിയിട്ട് നമ്മൾ നേരെ സ്റ്റിക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. സ്റ്റിക്കാക്കി എടുക്കണം. സ്റ്റിക്കിൽ നമ്മൾ നേരെ ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. എന്നിട്ട് ഗൈസ് നിങ്ങൾ അതേ കണ്ടോട്ടെ ഗൈസ്, ഇപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും സ്പീഡിലാണ് മരത്തിൻ്റെ വെച്ച് മുറിച്ചത്. പക്ഷേ സ്റ്റോണിൻ്റെ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ മുറിക്കാത്. ഗൈസ് ഭയങ്കര സ്പീഡിൽ മുറിക്കാം സ്റ്റോൺ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ വേറെ കാര്യം, നിങ്ങൾ എന്തെങ്കിലും കൊല്ലാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം ഇതേപോലെ ചാടാൻ പറ്റില്ല ഗൈസ്. ചാടിക്കൊല്ലാണ് നമ്മൾ കളി. ഒരടി അടിച്ചപ്പോൾ തന്നെ സാധനം ചത്ത ഗൈസ്. നിങ്ങൾ മാക്സിമം ഫുഡ് ഒപ്പിക്കാൻ നോക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വേണ്ട ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ഓടി ഒരിത്തിരി എത്തുമ്പോൾ തന്നെ നിങ്ങൾ ഈ ലൈഫ് വേണ്ട, ഇവിടുത്തെ ഒരു ലൈഫ് വേണ്ട, ആ ലൈഫ് പറയും. അപ്പോൾ നിങ്ങൾ തിന്നാൽ മതി, നെക്കി പിടിച്ചാൽ മതി. നെക്കി പിടിച്ചാൽ ഗൈസ് ലൈഫ് പറഞ്ഞത്. ലൈഫല്ല, നമ്മളാ വേറൊരു സാധനം വേണ്ട, ചിക്കൻ്റെ അത് കയറുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ സൗണ്ട് കേൾക്കണ്ടെന്നറിയില്ല നിങ്ങൾക്ക്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ചെറിയൊരു ഭയം കാണാം. ഇവിടെ ജംഗിളാണ് കഴിച്ച്. ഇവിടെ ജംഗിള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഭയമാണ് ജംഗിള്. ഇവിടെ ഫുള്ള് ജംഗിളാണല്ലോ. നമുക്ക് വേറെ എങ്ങടെയെങ്കിലും പോയി നോക്കാം. ജംഗിള് വേണ്ട. ജംഗിൾ എനിക്ക് ഇഷ്ടമില്ല ഈ ഭയമാണ്. ഗൈസിൻ്റെ വുഡൊക്കെ ഉണ്ടോ ഗൈസ്, ഒരു ഭംഗിയില്ലാത്ത വുഡൊക്കെ ഇല്ല. അത് മാത്രമല്ല ഗൈസ്, ഭയങ്കരമായിട്ട് ഇവിടെ സോംബീസൊക്കെ ഭയങ്കരമായിട്ട് സ്പോണാവും. ഓക്കെ, ഗൈസ് നമ്മളിപ്പോൾ ഈ വീട് ഇപ്പം ഇട്ടേക്കുന്ന ഈ എപ്പിസോഡിൽ തന്നെ നമ്മൾ വീടൊക്കെ പണിയുന്നതാണ്. നമ്മളെ ബേസ് ഒന്ന് റെഡിയാക്കും. ബേസ് ഒന്ന് റെഡിയാക്കിയിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മളിപ്പോൾ ഒരു ഐലൻഡിൽ ഓക്കെ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ എന്നെപ്പോലെ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പം ഞാൻ പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് വീഴാത്തത്. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പൊടി പോലും കിട്ടില്ലായിരുന്നു.
ഗൈസ് നമുക്കിപ്പോൾ ജംഗിളാണ് ഗൈസ്. ഗൈസ് നമുക്കപ്പോൾ ഈ കടലൊക്കെ താണ്ടി അങ്ങോട്ട് പോയി നോക്കണം. നമുക്കപ്പോൾ ബോട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ട്രിക്കല്ല, സംഭവം കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് കണ്ടിട്ട് ഷവലുണ്ടാക്കണം. ഷവലുണ്ടാക്കിയാൽ നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പറ്റുള്ള ഗൈസ് ബോട്ട് ഉണ്ടാക്കാൻ. അടിച്ചു നോക്കാം ബോട്ടെന്ന് പറഞ്ഞിട്ട്. ബോട്ട് കണ്ട ഗൈസ്. ഓ ഷവല് വേണ്ടായിരുന്നിട്ട് ഗൈസ്. ഷവല് സാറിൻ്റെ ചതിക്കട്ടെ. എനിക്ക് നേരത്തെ അറിയായിരുന്നു ഷവല് വേണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഒന്ന് ഉണ്ടാക്കിയാണ്. ബോട്ടിൽ കയറാം, നമുക്ക് തുഴഞ്ഞു പോകാം. പക്ഷേ അല്ലെങ്കിൽ നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ. വെറൈറ്റി ഒന്നുമല്ല ഗൈസ്, ഒരു ഐലൻഡിലാണെങ്കിൽ നല്ല പണിയായിരിക്കും ഗൈസ് സർവൈവ് ചെയ്യാനായിട്ട്. നല്ല പണിയായിരിക്കും നല്ലത്. നമുക്ക് നേരെ അങ്ങനെ അടിച്ചു പോകാം. പിന്നെ ഗൈസ് ബെഡ് റോക്ക് ലാൻഡ് ഭയങ്കര പണിയാണ് ഗൈസ്. ബോട്ട് കൺട്രോൾ ചെയ്യാനായിട്ട്. ഗൈസ് ഇവിടെ എല്ലാ ഭയവും കൊണ്ട് പോകുന്നു ഗൈസ്. കാരണം നേരത്തെ നമ്മൊരു ജംഗിൾ കണ്ട്, ഇപ്പം നമ്മൊരു ഇല്ല ഗൈസ്, എല്ലാ ഭയമൊന്നുമില്ല. ആകെ 2 ഭയമുള്ളൂ. ഓക്കെ, ചാടി ഇറങ്ങാം ബോട്ടിൽ നിന്ന്. ലീവ് ബോട്ട് ചെയ്തിട്ട് ചാടി വെട്ടണം ബോട്ടിൽ. നമ്മൾ ബെഡ് ഉണ്ടാക്കേണ്ട കാര്യം എന്താണെന്നറിയാം ഗൈസ്. രാത്രി അയക്കാനല്ലേ, കിടന്നുറങ്ങണം. അതിനായിട്ടാണ് ഗൈസ് ഒരു കോൾ വന്നു ഗൈസ്. അപ്പം നേരത്തെ ഒരു കോൾ വന്നിട്ടുണ്ടായി, സോറി. കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നത്, ഏറ്റവും വിളിച്ചതാണ് ഗൈസ്. ഇതൊരു ഐലൻഡാ ഒന്നുമല്ല. ഓക്കെ, ഇതൊരു ഐലൻഡ് ഒന്നുമല്ല ഗൈസ്. നല്ലോണം സ്പേസ് ഉണ്ട് ഇവിടെ ഗൈസ്. ഇത് ഐലൻഡ് അല്ല ഗൈസ്. ഓ ഇപ്പോഴാണ് ഗൈസ് സമാധാനമായത് ഗൈസ്. ഈ വേൾഡ് മിക്കവാറും ചാവണ വേണ്ടാവുന്നത് ഗൈസ്. നമുക്ക് അല്ലെങ്കിൽ ഇത്തിരി രാജാവായാലും നമുക്ക് ആ മലേൻ്റെ ഒക്കെ തന്നെ വീട് വെച്ചാലോ ഗൈസ്. നൈസ് സ്ഥലം ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു ബേസ് സെറ്റ് ആക്കാം. എന്തായാലും ഇപ്പോൾ വില്ലേജ് ഒന്നും ഇപ്പോൾ കണ്ടുപിടിക്കുന്നില്ല. വില്ലേജൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചക്കരുണ്ടാവും ഇപ്പോൾ തന്നെ ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ പംകിൻ ഉണ്ട്. പംകിൻ്റെ കുഴപ്പമില്ല. ബാക്കിൽ തന്നെ ജംഗിളും ഉണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ജംഗിളിൽ ഇതെടുക്കാം. ഗൈസ് ഒന്ന് ക്ലിയർ ആയിട്ട് കണ്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ വീടിൻ്റെ പണി നോക്കാം. നമുക്കപ്പോൾ റിസോഴ്സൊക്കെ ഗ്യാദർ ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പം ഓഫ് ക്യാമ്പ് ഇരുന്നിട്ട് നമ്മൾ ആ റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ റിസോഴ്സ്. ഇത്രയും മതി ഗൈസ്. വെറും സിമ്പിളാണ് ഗൈസ്, ഇത്രയും മതി. പിന്നെ നമുക്ക് സാൻഡും കൂടെ വേണം ഗ്ലാസ് ഉണ്ടാക്കാൻ. ഗ്ലാസ് വേണമെങ്കിൽ നമുക്ക് സ്ലാബ് എന്താ പറയുക, ഡോറല്ലല്ലോ ഞാൻ പറഞ്ഞ ഗൈസ്, വായിക്കുന്നില്ല. ഇത്രയും മതി സാധനങ്ങളൊക്കെ. നമ്മൾ വീടുണ്ടാക്കണ കാട്ടണില്ല. ഓക്കെ, ഓഫ് ക്യാമ്പിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ വീടുണ്ടായിക്കാണ്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ വീടപ്പോൾ സെറ്റായിട്ടുണ്ട്. ഓഫ് ക്യാമ്പിൽ നിന്നിട്ടാണ് നമ്മൾ ചെയ്തത്. ഒരു നേരം പിടിച്ച് ഗൈസ് വീട് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ വീട് കണ്ടാൽ മനസ്സിലാവും കഴിഞ്ഞ എന്താ പറയുക സർവൈവൽ സീരീസിലുള്ള പോലെ തന്നെയാണ് ഈ വീട് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തേക്ക് ഇറങ്ങാം. ഈ കല്ലൊക്കെ ഇതിന് മുകളിൽ കയറിയിരിക്കുന്ന കാരണം എന്താ വെച്ചാൽ തമ്പനയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തമ്പനയിൽ ഇട്ടത്. അപ്പോൾ തമ്പനയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീട് സെറ്റാക്കിയത്. ഓക്കെ, നല്ല വീടാണ് ഗൈസ്. ചെറിയൊരു സ്പേസ് ഉള്ളൂ, നമുക്ക് വേണ്ടത്ര സ്പേസ് അപ്പോൾ സ്റ്റോറേജ് ഏരിയ അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ടാണ് ഗൈസ്, ഇതിൻ്റെ അടിയിലായിട്ടായിരിക്കും നമ്മൾ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കുന്നത്. ഇവിടെ ഒന്നും ഉണ്ടാക്കാറില്ല, നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ പിന്നെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ചാറ്റ ബൈ.